നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാസർഗോഡ് ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട്. വെള്ളാരിക്കുണ്ട് താലൂക്കിലാണ് നേരിയ ഭൂചലനം. പുലർച്ചെ 1:35ഓടെയാണ് വെള്ളാരിക്കുണ്ട് താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടത്. വിരിക്കുളം, കൊട്ടമടൽ, പരപ്പ, ഒടയംചാൽ, ബളാൽ, കൊട്ടേടി ഭാഗത്ത് ഭൂചലനം അനുഭവപ്പെടുകയായിരുന്നു. ഇവിടങ്ങളിൽ 5 സെക്കൻഡ് നേരം അസാധാരണമായ ശബ്ദം കേട്ടതായും നാട്ടുകാർ അറിയിച്ചു. കട്ടിൽ ഉൾപ്പെടെ കുലുങ്ങി. പരപ്പ, മാലോം, നർക്കിലക്കാട്, പാലംകല്ല് ഭാഗത്തും അനുഭവപ്പെട്ടു. തടിയൻവളപ്പ് ഭാഗത്തും ഭൂചലനമുണ്ടായി. ചുള്ളിക്കര, കാഞ്ഞിരത്തടിയിൽ പലരും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി. ഫോൺ ഉൾപ്പെടെ താഴെ വീണതായി വിവരമുണ്ട്. മറ്റു നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിദഗ്ധ സമിതി ഇന്ന് സ്ഥലത്തെത്തി പഠനം നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു. മാസങ്ങൾക്ക് മുമ്പും വെള്ളാരിക്കുണ്ട് താലൂക്കിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. പനത്തടി വില്ലേജിലെ കല്ലമ്പള്ളി മേഖലയിലാണ് പ്രകമ്പനമുണ്ടായത്. റിക്ടർ സ്കെയിലിൽ 3.5 തീവ്രതയാണ് അന്ന് ഭൂചലനത്തിന്റെ തോത്. 5 കിലോമീറ്റർ ചുറ്റളവിലായിരുന്നു പ്രകമ്പനമുണ്ടായത്. ഇതിനു മുമ്പുണ്ടായ പ്രകമ്പനത്തെക്കാൾ കൂടുതൽ കുലുക്കമായിരുന്നു അന്നുണ്ടായത്. ഭൂചലന സമയത്ത് വലിയ ശബ്ദം കേട്ടതായി ആളുകൾ വ്യക്തമാക്കിയിരുന്നു. കർണാടകയിലെ കൊടക് ജില്ലയിൽ ഉണ്ടായ ഭൂചലനത്തിന്റെ ഭാഗമായായിരുന്നു കാസർഗോഡ് പ്രകമ്പനമുണ്ടായതെന്നാണ് അധികൃതർ അന്ന് വ്യക്തമാക്കിയത്. അന്ന് ഇതിന്റെ ഫലമായി കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഉൾപ്പെടെ മലയോര മേഖലകളിലും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. ചെറുപുഴ, പാടിച്ചാൽ, പ്രൊപ്പൈൽ, കൊന്നക്കാട്, മാലോം, ടയ്യേനി എന്നീ മേഖലകളിലായിരുന്നു പ്രധാനമായും ഭൂചലനമെന്ന് അനുഭവപ്പെട്ടത്. ഈ സമയത്ത് ഇടിമുഴക്കത്തോടൊപ്പമുള്ള ശബ്ദമുണ്ടായതായും വീടുകളിൽ പാത്രങ്ങളും വസ്തുക്കൾക്കും ചലനമുണ്ടായതായും നാട്ടുകാർ പറഞ്ഞിരുന്നു. ഇതിനിടെ മറ്റൊരു സംഭവത്തിൽ 3 ദിവസത്തിനിടെ 550 ഭൂചലനങ്ങൾ ഉണ്ടായതിനു പിന്നാലെ സാന്റോറിനിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഗ്രീക്ക് ദ്വീപിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബുധനാഴ്ച 5.2 തീവ്രതയുള്ള ചലനം രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഗ്രീക്ക് ദ്വീപിൽ സർക്കാർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഈ അടുത്ത ദിവസങ്ങളിൽ മേഖലയിലുണ്ടായ ഏറ്റവും ശക്തിയേറിയ ഭൂചലനം രേഖപ്പെടുത്തിയതിന് പിന്നാലെ 11,000-ലേറെ പേരെയാണ് ദ്വീപിൽ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. മാർച്ച് 3 വരെയാണ് അടിയന്തരാവസ്ഥ എന്നാണ് സർക്കാർ വിശദമാക്കിയിരിക്കുന്നത്. നാശനഷ്ടം അടക്കമുള്ളവ കൈകാര്യം ചെയ്യുന്നതിനാണ് 1 മാസത്തോളം നീളുന്ന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബോട്ടിലും വിമാനമാർഗത്തിലൂടെയുമാണ് ആളുകൾ ദ്വീപിൽ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. 6.0-ത്തിലധികം തീവ്രതയുള്ള ചലനം ദ്വീപിൽ ഗുരുതര പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന വിലയിരുത്തലാണ് മുൻകരുതൽ. ഗ്രീക്ക് പ്രധാനമന്ത്രി ദ്വീപ് ഇന്ന് സന്ദർശിക്കുമെന്നാണ് വിശദമാക്കിയിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ മേഖലയിൽ ഭൂചലനമുണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഗ്രീസിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് സാന്റോറിനി. നിലവിൽ ഓഫ് സീസൺ ആയതിനാൽ ദ്വീപിലെ താമസക്കാരും ജോലിക്കാരുമാണ് ദ്വീപിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിൽ ഏറെ. ആശുപത്രികളിലെ ജീവനക്കാരെ അവധിയും ഓഫും റദ്ദാക്കി തിരികെ വിളിപ്പിച്ചിരിക്കുകയാണ്. സുനാമി ഭീഷണി കൂടി ഉള്ളതിനാൽ സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ഇന്തോനേഷ്യയിലെ നോർത്ത് മലുഗു തീരത്തും ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഇന്ത്യൻ സമയം കഴിഞ്ഞ ദിവസം രാവിലെ 8:42-നായിരുന്നു സംഭവം നടന്നത്. ഭൂചലനത്തിൽ ആളപായമോ നാശനഷ്ടമോ ഇല്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. ഭൂചലനത്തെ തുടർന്ന് ജനങ്ങൾ പരിഭ്രാന്തിയിലാണ്. എന്നാൽ സംഭവത്തെ തുടർന്ന് ആശങ്ക വേണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായ മുൻകരുതലുകൾ പാലിക്കണമെന്നും ജാഗ്രതയോടെ തുടരണമെന്നും അവർ വ്യക്തമാക്കി. അതേസമയം സുനാമി ഭീഷണിയില്ലെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.